കെ.എം. മാണിയുടെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര കടുത്തുരുത്തിയിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിക്ക് ഇരുവശവും കാത്തുനിന്ന് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്തും തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും. തുടർന്ന് ജന്മനാടായ മരങ്ങാട്ട് പള്ളിയിലും പാലാ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ വി.എസ്. അച്യുതാനന്ദൻ കെ.എം. മാണിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. എം. എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറിയിരിക്കുകയാണ് കടുത്തുരുത്തി. വലിയ ജനക്കൂട്ടം, പ്രത്യേകിച്ചും കെ.എം. മാണിയുടെ തട്ടകമാണ്. കെ.എം. മാണിയുടെയും മാണി ഗ്രൂപ്പിൻ്റെയും തട്ടകമാണ് കടുത്തുരുത്തി. അതുകൊണ്ട് തന്നെ അഭൂതപൂർവമായൊരു ജനത്തിരക്കാണ് ഇവിടെ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ല കഴിഞ്ഞ് കോട്ടയം ജില്ലയിലേക്ക് ഈ വിലാപയാത്ര പ്രവേശിച്ചപ്പോൾ മുതൽ തന്നെ സമാനമായ രീതിയിലുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റയ്ക്കും ചെറു കൂട്ടവുമായൊക്കെ പല കവലകളിലും ചെറു ജംഗ്ഷനുകളിലുമെല്ലാം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷമാണിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പാല കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും സ്വാധീനമുള്ള മേഖലയായ കടുത്തുരുത്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ കെ.എം. മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനുമായ വി.എസ്. അച്യുതാനന്ദൻ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുചിറ എന്ന സ്ഥലത്ത് കടുത്തുരുത്തിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയുള്ള മുട്ടുചിറയിൽ വെച്ച് കെ.എം. മാണി സാറിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കടുത്തുരുത്തിയിൽ വെച്ച് വി.എസ്. കെ.എം. മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്. സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ, മറ്റ് മന്ത്രിമാർ, പ്രമുഖ നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ഇവിടെ മാണി സാറിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടവും അവസാനമായി തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട്. സനീഷ്, മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ കെ.എം. മാണിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇപ്പോൾ കടുത്തുരുത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിയിട്ടുള്ളത്. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേസമയം കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് ശ്രീജിത്ത് കൂടെ ചേരുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോവുക. ശ്രീജിത്ത്, അവിടെയും നിരവധി പേരുണ്ടോ? അദ്ദേഹത്തിന് വിട പറയാനായി എത്തിച്ചേർന്നിട്ടുണ്ടോ? സനീഷ്, തീർച്ചയായും രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്ന വലിയൊരു ജനാവലി ഇപ്പോഴും തിരുനക്കര മൈതാനത്ത് അവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. കൂടുതൽ ജനങ്ങൾ വൈകുന്നേരമായതോടുകൂടി, അതായത് മൃതദേഹം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ സമയത്തോടുകൂടി കൂടുതൽ ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരും. മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരും ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ്, ജോണി നെല്ലൂർ, കെ.സി. ജോസഫ് അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. പല കോൺഗ്രസിൻ്റെ മറ്റ് പല നേതാക്കളും UDF-ൻ്റെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഒരുപക്ഷെ തിരുനക്കരയിലേക്ക് എത്തിയേക്കുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നേരിട്ട് ആദ്യം പാർട്ടി ഓഫീസിലാണ് പൊതുദർശനം തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് മാറ്റി ആദ്യം ഇവിടെ തിരുനക്കര മൈതാനത്തായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം ഒരുപക്ഷെ അല്പസമയം പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ടായേക്കും. ഇന്ന് പാലാ ടൗൺ ഹാളിലും മറ്റും പൊതുദർശനം തീരുമാനിച്ചിരുന്നതാണ്. ഈ വൈകിയ വേളയിൽ ഒരുപക്ഷെ അത്തരം പൊതുദർശനങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിലാപയാത്ര പുരോഗമിക്കുന്നതനുസരിച്ചും സമയം ഒക്കെ അനുസരിച്ചുമായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ വരിക. സനീഷ്, നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക്. പാലായിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടെ ചേരുന്നു. ശ്യാം, അവിടെ ആരൊക്കെയാണുള്ളത്? അവിടേക്കൊക്കെ എത്തുമ്പോഴേക്ക് വൈകുമല്ലോ? തീർച്ചയായും വൈകുന്നേരം 6 മണിയോടുകൂടി മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയായ കരിങ്ങോഴക്കൽ വീട്ടിൽ പാലായിലെ എത്തിക്കുമെന്നതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ സമയക്രമത്തിൽ വളരെയധികം മാറ്റം വന്നിരിക്കുന്നു. ഇനിയും മണിക്കൂറുകളെടുക്കും പാലായിലേക്ക് എത്താൻ. നിരവധി പേരാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പ്രധാനമായും പാലാക്കാർ, പാലായിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, ബന്ധുക്കളുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടെ കാത്തിരിപ്പുണ്ട്. പാലായിൽ മാണിയുടെ മൃതദേഹം എത്തുമ്പോൾ അതിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി പേർ തന്നെ കാത്തിരിപ്പുണ്ട്. ബന്ധുക്കളടക്കം നിരവധി
നിരവധി പേർ രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ വരികയും പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഒക്കെ പങ്കെടുക്കുകയും അതിനുശേഷം അവർ മടങ്ങുകയുമാണ്. അങ്ങനെ നിരവധി പേർ രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ രാത്രിയോടുകൂടി, രാത്രി ഏതാണ്ട് 12 മണിയാകും എന്നാണ് ഇതുവരെയും പ്രതീക്ഷിക്കുന്ന സമയം. നേരത്തെ വൈകിട്ട് 4 മണിയോടുകൂടി പാലാ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനത്തിൽ ചിലപ്പോൾ മാറ്റമുണ്ടായിരിക്കും. കാരണം സമയം ഏറെ വൈകിയ സാഹചര്യത്തിൽ പാലാ ടൗൺ ഹാളിലെ പൊതുദർശനം മാറ്റിയേക്കും എന്നാണ് സൂചന. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും ഇവരാരും പാർട്ടി കേരള കോൺഗ്രസ് നേതാക്കളാരും തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ വൈകിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് തന്നെയായിരിക്കും. വീട്ടിലായിരിക്കും അന്തിമോപചാരത്തിനുള്ള KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുക. അതിനായി നിരവധി പേരാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടുകൂടി എത്തിക്കുന്നത് വീടിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച കിടക്കയിലേക്കാണ്. അവിടെ സജ്ജീകരിച്ച ശേഷം അവിടെ നിന്നും രാവിലെ 10 മണിയോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വയ്ക്കുകയും അവിടെ നിരവധി പേർക്ക്, പാലക്കാർക്ക് ഉൾപ്പെടെ നേതാക്കൾക്ക്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമാകും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പാലാ സെൻറ് തോമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോവുക. അവിടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇതുവരെയുള്ള തീരുമാനം. നന്ദി ശ്യാം ദേവരാജ് വിവരങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത് വൈകിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രിമാരായ VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നിവരും അദ്ദേഹത്തിന്, മറ്റ് പ്രധാനപ്പെട്ട ആളുകളും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു.